ഒരോണം കൂടി വരികയാണ്. 10 വർഷത്തിന് ശേഷം ആദ്യമായി വിലക്കയറ്റത്തിൽ വലയുന്ന ഒരോണക്കാലമാണ് മലയാളി അനുഭവിക്കുന്നത്. നിത്യോപയോഗ സാധനങ്ങളുടെ വില അനിയന്ത്രിതമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും നിലപാട് പ്രതിസന്ധി പരിഹരിക്കാൻ UDF ഗവൺമെൻറ് കൈകാര്യം ചെയ്യുന്നില്ല. അരിയും പഞ്ചസാരയും പച്ചക്കറികളും ഉൾപ്പെടെയുള്ള അവശ്യ വസ്തുക്കളെല്ലാം, അതുപോലെ തന്നെ വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള ദിനംപ്രതി ഉപയോഗിക്കുന്ന ഓരോ സാധനത്തിൻ്റെയും വില, പാചകവാതക വില വർധനവിൻ്റെ നിലം തൊടാത്ത സാഹചര്യത്തിലും മറ്റെല്ലാം സാധനത്തിൻ്റെയും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിക്കുന്നതിന് അതിൻ്റെ ഭാഗമായിട്ട് കുടുംബ ബഡ്ജറ്റുകളെല്ലാം താളം തെറ്റുകയാണ്. സർക്കാരിൻ്റെ വിപണി ഇടപെടൽ കുറഞ്ഞതാണ് വില കുത്തനെ കയറുന്നതിനിടയാക്കിയത്. LDFൻ്റെ ഭരണകാലത്ത് ജനക്ഷേമ പദ്ധതികളിലൂടെ അവശ്യ സാധന വില നല്ലതുപോലെ നിയന്ത്രിച്ചു നിർത്താൻ സാധിച്ചിരുന്നു. എന്നാൽ ഇന്ന് UDF സർക്കാർ കാര്യക്ഷമമായ രീതിയിലുള്ള വിപണി ഇടപെടൽ നടത്താത്തതും ഹോർട്ടിക്കൾച്ചർ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഹോർട്ടികോർപ്പ് വഴി പച്ചക്കറി സംഭരിക്കുന്നതിൽ വലിയ വീഴ്ചയും വരുത്തിയതിൻ്റെ ഭാഗമായി വിലക്കയറ്റത്തിൻ്റെ കാഠിന്യം കൂടിയിരിക്കുകയാണ്. സപ്ലൈകോ വഴി കൊടുത്തുകൊണ്ടിരുന്ന അരി നൽകുന്നതിന് സാധിക്കുന്നില്ല എന്നുള്ളതും വിലവർദ്ധനവിന് കാരണമായി. വിലക്കയറ്റത്തിൻ്റെ വലിയ ഒരു പ്രതിസന്ധിയാണ് ഓരോ കുടുംബവും യഥാർത്ഥത്തിൽ ഈ ഓണക്കാലത്ത് കേരളം അഭിമുഖീകരിക്കുന്ന ഗൗരവമുള്ള പ്രശ്നമെന്ന രീതിയിൽ കാണുന്നത്.